നമസ്കാരം, വെൽക്കം ടു shynibindhusworld. നമുക്ക് എങ്ങനെ ഇന്നൊരു ക്രീം ബേസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ക്രീം ബേസോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനൊക്കെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇത് ബിസിനസ് ഐഡിയ ഒന്നുമല്ല, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലാളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഭാവിയിൽ എടുത്ത എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത് 2 പാത്രമാണ്. ഒന്ന് ഓയിൽ ഫേസിനും ഒന്ന് വാട്ടർ ഫേസിനും. അപ്പോൾ നമുക്ക് ആദ്യം ഓയിൽ ഫേസ് മെഷർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇമൾസിഫയിങ് വാക്സ്, അതായത് വാക്സ്. ക്രീമിലൊക്കെ മറ്റുള്ള വാക്സ്, അതായത് ബീസ് വാക്സ് ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ വന്ന് ഗ്രീസി ആയിട്ടും ഓയിലി ആയിട്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ക്രീംസിലും യൂസ് ചെയ്യുന്ന വാക്സാണ് ഈ വാക്സ്. നമുക്കിത് ആദ്യം വേണ്ടത് 10 ഗ്രാമാണ്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ആഡ് ചെയ്യുന്നു. അപ്പം 10 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ഫേസ് ഇവിടെ റെഡിയാണ്. അടുത്ത് നമുക്ക് വേണ്ടത് വാട്ടർ ഫേസ്. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു 23 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി തീ ഓഫ് ആക്കാം. ഇതിലോട്ട് വാട്ടർ ഫേസിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കയ്യിലൊരു ഹാൻഡ് ബ്ലെൻഡർ ഉണ്ട്, ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫിനോക്സി എത്തനോളാണ്, നമ്മുടെ പ്രിസർവേറ്റീവ്. അത് ഞാനിവിടെ ഒരു 4 to 5 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 5 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.